ഈശോയ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടി വിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചന പ്രഘോഷണ പരമ്പരയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ചോ, ഇവൻ പണ്ടൊക്കെ നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു, പള്ളിയിലൊക്കെ പോകുമായിരുന്നു, ഞങ്ങൾ നിർബന്ധിക്കാതെ തന്നെ കുമ്പസാരിക്കുമായിരുന്നു. അങ്ങനെ പള്ളിയോടും ദൈവത്തോടുമൊക്കെ ഏറ്റവും അടുത്ത് ജീവിച്ച മകനാണ് എൻ്റെ മകൻ. ഇപ്പോൾ കണ്ടില്ലേ, ഇവന് പള്ളിയില്ല, വിശ്വാസവും ഇല്ല, ഞങ്ങൾ പറയുന്നൊന്നും കേൾക്കുകയില്ല, മുടിയൊന്നും ചെയ്യുകയില്ല, തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പുറത്തേക്ക് പോകും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടേറിയ ജീവിതമാണ് നയിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു കുടുംബത്തിൻ്റെ മാത്രം ദുഃഖമല്ല, മറിച്ച് ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ മറുവശത്ത് പോസിറ്റീവായ ചില കാര്യങ്ങളുണ്ട്, അവ നാം കാണാതിരിക്കരുത്. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബമുണ്ട്. ആ അമ്മ എന്നോട് പങ്കുവെച്ചത് ഇപ്രകാരമാണ്: അച്ചോ, എൻ്റെ മകനോട് ഞാൻ എന്തു പറഞ്ഞാലും അവൻ ചെയ്യും. അവന് നല്ലൊരു ജോലിയുണ്ട്, പക്വതയിലെത്തിയ ഒരു മകനാണ് എല്ലാ കാര്യങ്ങളിലും. ഇനി അവന് എന്തെങ്കിലും ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യാൻ പറഞ്ഞാൽ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പം അവൻ്റെ ചലനങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവനത് ഇഷ്ടപ്പെട്ടില്ല എന്ന്. പക്ഷേ എന്നോട് വലിയൊരു താല്പര്യവും സ്നേഹമൊക്കെ ഉള്ളതുകൊണ്ട് അവനത് ആ ഇഷ്ടക്കേട് ആദ്യം ഒന്ന് ചെറുതായി മുഖത്ത് കാണിച്ചാൽ പോലും അതെല്ലാം മറന്ന് അവനെന്നെ സഹായിക്കും, അവനെനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമെന്ന്. സ്നേഹമുള്ളവരെ, രണ്ട് തട്ടിലുള്ള ജീവിതങ്ങൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നിൻ്റെ യുഗത്തിൽ നമുക്കെങ്ങനെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, യുവജനങ്ങളെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കുക? ഇതൊരു ചോദ്യചിഹ്നമോ അല്ലെങ്കിൽ ഒരു സംസാര വിഷയമോ ആയി മാത്രം നിൽക്കാതെ നമ്മുടെയൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വരുവാനും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാനും ഈ സമയം നമുക്ക് ചിലവഴിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കിൽ ചില കാര്യങ്ങളിലേക്ക്, പഴയ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് നമ്മളെല്ലാവരും തയ്യാറാകണം. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ടോക്കിൽ പറഞ്ഞു വെച്ചത് ഇപ്രകാരമാണ്: ഏറ്റവും കൂടുതൽ വിശ്വാസം കുഞ്ഞുമക്കൾക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്നത് അവരുടെ ഗ്രാൻഡ് പേരൻസിനാണ് എന്ന്. മാർപ്പാപ്പ ഇങ്ങനെ പറയാനുള്ള കാരണങ്ങളുണ്ട്. ഒരു കുടിയേറ്റ ജനതയെ, അവരെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോഴാണ് മാർപ്പാപ്പ ഈ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. ഈ കുടിയേറ്റ ജനത അവരുടെ വീട്ടിലുള്ള എല്ലാവരെയും, പ്രത്യേകിച്ച് പേരൻസിനെയും ഗ്രാൻഡ് പേരൻസിനെയും എല്ലാം വിട്ടുകൊണ്ട് പുതിയ സ്ഥലത്തേക്ക് ജോലിയൊക്കെ അന്വേഷിച്ച് എത്തുന്ന ജീവിത സാഹചര്യം. അവിടെ വിസയൊക്കെ നേടിയെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു. കുറേ പേർക്കൊക്കെ വിസയുണ്ട്. അങ്ങനെ പുതിയ സ്ഥലത്ത് ജീവിക്കുവാനായിട്ട് തത്രപ്പെടുകയാണ്. ജീവിതത്തിൻ്റെ തിരക്കേറിയ യാഥാർത്ഥ്യങ്ങളിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാനുള്ള ശ്രമത്തിൽ മക്കൾക്ക് കൊടുക്കുവാനുള്ള സമയം കൊടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോഴാണ് മാർപ്പാപ്പ ഇവരോട് അവരുടെ പൂർവികർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ നിന്ന് വിദേശത്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ്. അവിടെ മക്കളൊക്കെ പതുക്കെ സെറ്റിലാകാനായിട്ട് തുടങ്ങുമ്പം കേരളത്തിൽ നിന്ന് മാതാപിതാക്കൾ അവരെ സഹായിക്കാനായിട്ട്, അവരുടെ പൊന്നോമനകളെ സംരക്ഷിക്കുവാനായിട്ട് പോകുന്നുണ്ട്. നല്ല കാര്യം, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഓർക്കുന്നു, പണ്ടൊക്കെ നമ്മുടെയൊക്കെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഗ്രാൻഡ് പേരൻസ് അവരുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ അപ്പനും അമ്മയൊക്കെ തിരക്കേറിയ ഒരു ജീവിതം നയിക്കുമ്പോൾ
ആ ഗ്രാൻഡ് പേരൻസ് അവരുടെ ജീവിതങ്ങളിലെ അനുഭവങ്ങളും ദൈവം എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരുമായിരുന്നു. ഞാൻ ഏറ്റവും സ്നേഹത്തോടെ എൻ്റെ ഗ്രാൻഡ് പേരൻസിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ മലബാറിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ഏകദേശം 1.5-2 കിലോമീറ്റർ നടന്നു പോകണം. അപ്പോൾ എനിക്ക് ഭയങ്കര ഭയമാണ്. ഭയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുഴയിൽ ഒരു പാലമുണ്ട്. പാലം തടി കൊണ്ടുള്ള ഒരു പാലമാണ്. ആ പാലത്തിൽ ഇങ്ങനെ പലകകളുണ്ട് ധാരാളം. ചില സമയത്ത് ഒരു പലക കഴിഞ്ഞ് അടുത്ത പലകയിലേക്ക് നമ്മുടെ കാല് എത്തിവെക്കണമെങ്കിൽ അല്പം പ്രയാസമാണ്. ഈ ചില പലകളൊക്കെ ഇളകി വെള്ളത്തിലേക്ക് വീണിട്ടുണ്ടാവാം. എപ്പോഴൊന്നും കൂട്ടുകാരൊന്നും എൻ്റെ കൂടെ സ്കൂളിൽ പോകുവാനായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ എൻ്റെ ഗ്രാൻഡ്മയോട് എൻ്റെ വേദന പറയുമായിരുന്നു. ആ സമയത്ത് അമ്മച്ചി എനിക്ക് പറഞ്ഞു തരുന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അത് ഇപ്രകാരമാണ്: മോനെ, നീ പ്രാർത്ഥിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോയാൽ മതി. ഈശോ മറിയം ഔസേപ്പേ എനിക്ക് കാവലായിരിക്കണമേ എന്ന് മോൻ പ്രാർത്ഥിക്കണം. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്ന നിമിഷങ്ങൾ, ആ പാലത്തിൽ കയറുമ്പോൾ പലകകളൊക്കെ ഇളകിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴും ഓരോ പലകയിലേക്കും ചവിട്ടുമ്പോൾ താഴേക്ക് പതുക്കെ നോക്കും. അവിടെ പതഞ്ഞൊഴുകുന്ന വെള്ളവും പാറക്കെട്ടുകളും ഒക്കെ കാണാൻ പറ്റും. അപ്പോഴും ഞാൻ ഈ സുഹൃത ജപം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു തിരുനാൾ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് തിരിച്ചു വീട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു വലിയ ബലൂൺ എനിക്ക് മേടിച്ചു തന്നിരുന്നു. പാലത്തിൽ കയറുന്നതിന് മുൻപ് അമ്മ എന്നോട് പറഞ്ഞു, മോനെ ശ്രദ്ധിക്കണം, മോനറിയാലോ പാലത്തിൻ്റെ പലകകളൊക്കെ ഇളയതാണ് എന്ന്. ശ്രദ്ധിക്കാമെന്ന രൂപേണ ഞാൻ തലയാട്ടി. പതുക്കെ മുമ്പോട്ട് പോയപ്പോൾ ഞാൻ അറിയാതെ ഒരു പലകയിലേക്ക് ചവിട്ടുകയും പതുക്കെ ആ പാലത്തിന് താഴേക്ക് പോകുവാനായിട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും സ്നേഹമുള്ളവരെ, വലിയൊരു അപകടമായിരുന്നു. ഞാൻ തീർത്തും ആ പാലത്തിൻ്റെ ഇടയിലൂടെ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് ഞാൻ താഴേക്ക് പോകുന്ന ഒരവസരം. പെട്ടെന്ന് എൻ്റെ അമ്മ ചടുലതയോടെ ചാടിപ്പിടിച്ച് നിമിഷം ഓർക്കുക. എൻ്റെ 2 കരങ്ങളിൽ അമ്മ പിടിച്ചു. ആ പാലത്തിനടിയിലേക്ക് ഞാൻ പൂർണ്ണമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിടിച്ച് ഈശോയെ എന്ന ഹൃദയത്തിൽ നിന്നുള്ളൊരു വിളി ഞാൻ കേട്ടു. അവസാനം ആ 2 കൈയിൽ പിടിച്ചെന്നെ പതുക്കെ അമ്മ പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറുപ്പത്തിൽ ദൈവത്തിൻ്റെ അനുഭവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ തകർച്ചകളും ഉയർച്ചകളും എല്ലാം ഉണ്ട്. അത് സ്വാഭാവികമാണ്. എപ്പോഴെങ്കിലുമൊക്കെ തകർന്ന് തരിപ്പണമാകുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ എനിക്ക് വലിയൊരു വിശ്വാസമുണ്ട്, ഈ തകർച്ച ഇന്നൊക്കെ ഉള്ളൂ, അതിനുശേഷം ഇതിൻ്റെ 10 മടങ്ങായിട്ട് ഉയർച്ചയിലേക്ക് ദൈവം എന്നെ ഉയർത്തുമെന്ന വലിയൊരു ചങ്കൂറ്റമുണ്ട്, പ്രതീക്ഷയുണ്ട്. സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇപ്രകാരമാണ്. നമുക്ക് വേദപാഠ ക്ലാസ്സുകളുണ്ട്. ഇനിയും നമ്മുടെ കുട്ടികളൊക്കെ പലതരത്തിലുള്ള ഭക്ത സംഘടനകളിലൂടെയൊക്കെ പോകുന്നുണ്ട്. എത്രമാത്രം ഇവ നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ, വേദനയുടെ അനുഭവങ്ങളിൽ ദൈവത്തെ കണ്ടെത്തിയ ഒരു അനുഭവം അത് സ്വന്തമാക്കണം. പലപ്പോഴും നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ഇതൊരു ഭാഗ്യമാണ്, അല്ലെങ്കിൽ ഇതൊരു വിധിയാണ്. പ്രിയപ്പെട്ടവരെ, ഭാഗ്യവും വിധിയൊന്നുമല്ല. നമ്മുടെ കൂടെ ചരിക്കുന്ന ഈശോയുണ്ട്. ഈശോയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്താവ്. ആ ഈശോയെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് പറ്റിയാൽ അതിന് നമ്മുടെ വേദപാഠ ക്ലാസ്സുകളും ഭക്ത സംഘടനയിലെ പ്രവർത്തനങ്ങളുമൊക്കെ ഉപകരിക്കുന്നു. അതോടൊപ്പം തന്നെ വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഗ്രാൻഡ് പേരൻസ് അവരുടെ ജീവിത അനുഭവങ്ങളിലൂടെ ഈ കുഞ്ഞുമക്കളെ കൊണ്ടുപോകണം. വിശ്വാസം പകർന്നു കൊടുക്കുന്നു, അവരുടെ അനുഭവങ്ങളും കൂടെ വെക്കണം. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ വലിയ ഒരു ചലനമുണ്ടാകും. ഇതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെച്ചത്. സ്നേഹമുള്ളവരെ, ഒരുപക്ഷേ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മുടെ കുഞ്ഞുമക്കളെ ആ രീതിയിൽ ശിക്ഷണം കൊടുത്ത് വളർത്തുന്ന മാതാപിതാക്കൾ, എന്നാൽ അധികമൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ലല്ലോ എന്ന മനോവേദനയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ
സമയം ഇനിയുമുണ്ട്. ഈശോയെ പകർന്നു കൊടുക്കുവാനായിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവിക അനുഭവത്തിലേക്ക് മക്കളെ വളർത്തിക്കൊണ്ടുവരുവാനായി നമുക്ക് ഒന്നു ചേർന്ന് ശ്രമിക്കാം. അതോടൊപ്പം തന്നെ ആ ടോക്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യവും കൂടിയുണ്ട്. ബൈബിളിലെ ജീവിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട്. ആ വ്യക്തിത്വങ്ങളെക്കുറിച്ച് കഥാരൂപത്തിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന്. അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ ജീവിത മാതൃക പിന്തുടരുവാനായിട്ട് സാധിക്കും. വിശുദ്ധരുടെ ജീവിതവും അവരുടെ ജീവിത സാഹചര്യമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു താല്പര്യം, ആ ഒരു വിശുദ്ധിയുടെ പാതയിലേക്ക് നയിക്കുവാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കും. നമുക്കൊന്ന് ചിന്തിക്കാം. 1ഉം 2ഉം മക്കളൊക്കെ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തിരക്കേറിയ ഒരു ജീവിത യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിൽ മക്കൾക്ക് വേണ്ടി എത്രമാത്രം നമുക്ക് സമയം ചെലവഴിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഒരുപക്ഷെ നമ്മുടെ ജോലിയൊക്കെ സുഗമമായി പോകുവാനായിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? TV ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഉപയോഗിക്കുന്ന മൊബൈലോ ഗാഡ്ജറ്റ്സോ എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് കൊടുക്കും. അവർ കുറേ നേരം അവിടെ ഇരിക്കും, അതിന് മുന്നിലിരിക്കും. പതുക്കെ പതുക്കെ അവരുടെ ലോകവും അതിലേക്ക് തന്നെ ചുരുങ്ങിക്കൂടുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള മക്കളാണ് ജീവിതത്തിൽ ആകുലതയുടെയും സമ്മർദ്ദത്തിൻ്റെയും ഒക്കെ ജീവിതം നയിക്കുന്നത്. ഹൗ ക്യാൻ വി വർക്ക് എമംഗ് ദ യൂത്ത്? യുവജനങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് നമുക്ക് പ്രവർത്തിക്കുവാനായി സാധിക്കുക? ഇതൊരു ചോദ്യചിഹ്നമായിട്ട് മാത്രം അവശേഷിക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു ടോക്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: അവരായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുക, സഹായിക്കുക, ജീവിച്ച് കാണിക്കുക എന്ന്. പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അധികമൊന്നും കേൾക്കില്ല. കാരണം പല തെറ്റിദ്ധാരണകളും നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. അപ്പം അതുകൊണ്ട് കുറച്ച് സമയം കേട്ടു, പിന്നെ ഉപദേശങ്ങളും അവരെ വിധിക്കുന്ന അവസ്ഥയൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു വെച്ചത് ഇപ്രകാരമാണ്: അവരായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുക, അവരോടൊപ്പമായിരിക്കുക, അവരെ കേൾക്കുവാനായിട്ട് തയ്യാറാകുക, നമ്മുടെ ജീവിതം കൊണ്ട് അവരെ നേടിയെടുക്കുക. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം ദൈവിക അനുഭവങ്ങളുണ്ടല്ലോ. ഈ മക്കൾ കടന്നുപോയ അതേ പ്രായത്തിലൂടെയും അതേ ജീവിത സാഹചര്യങ്ങളിലൂടെയും ഞാനും നിങ്ങളുമൊക്കെ കടന്നുപോയില്ലേ? അതെങ്ങനെയാണ് ആ സാഹചര്യത്തെ അതിജീവിച്ചതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവർക്കൊരു ലക്ഷ്യം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ചുറ്റിലും പ്രത്യാശയില്ലാത്ത ചെറുപ്പക്കാരുണ്ട്. ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടു പോയ ചെറുപ്പക്കാരുണ്ട്. അതിൽ നിന്ന് തിരിച്ചു കരകയറുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ആകുലതയിലൂടെയും സ്ട്രെസ്സിലൂടെയും കടന്നു പോകുന്ന യുവജനങ്ങളുണ്ട്. പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് ഏകാന്തതയിലൂടെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ പോലും നമ്മുടെ ഇടയിലുണ്ട്. അവരിലേക്ക് എങ്ങനെയൊന്ന് ഇറങ്ങിച്ചെല്ലുവാനായി സാധിക്കും? നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ ഒഴുക്കിനൊത്ത് ഒഴുകിപ്പോകാൻ എളുപ്പമാണ്. ഒഴുക്കിനെതിരെ നീന്താൻ വലിയ പ്രയാസമാണ്. അതെങ്ങനെ സാധിക്കും? അങ്ങനെ വരണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ജീവിത അനുഭവങ്ങളുണ്ടാവണം, ദൈവം കൈപിടിച്ച് നടത്തിയ നിമിഷങ്ങളുണ്ടാവണം. എങ്കിൽ മാത്രമേ ഒഴുക്കിന് എതിരെ നീന്തുവാൻ സാധിക്കുകയുള്ളൂ. ഇനി ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ യുവജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പം കാണുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യമാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ്, ആത്മപരിചയ കുറവ്. ചില ടീനേജേഴ്സ് ചോദിക്കാറുള്ള ഒരു കാര്യമുണ്ട്: ഞാൻ ആരാണ്? എനിക്ക് കുടുംബത്തിൽ, ഈ സമൂഹത്തിൽ, ലോകത്തിൽ എന്താണ് പങ്ക്? എന്തിനാ എന്നെ ദൈവം സൃഷ്ടിച്ചത്? ഇനി കുടുംബത്തിലെ സ്ഥിതിവിശേഷം വലിയ വിഷമമുള്ള, അല്ലെങ്കിൽ
അപ്പനും അമ്മയും എപ്പോഴും കലഹിക്കുന്ന, സമാധാനമില്ലാത്ത ഒരു കുടുംബമാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കുടുംബങ്ങളിലെ മക്കൾക്ക് വലിയൊരു വിഷമമായിരിക്കും. എന്തിനാ ജീവിക്കുന്നേ, ഇവരെപ്പോലെ ഇനിയും ഞാനും ജീവിക്കേണ്ട ആവശ്യമുണ്ടോ തുടങ്ങിയ പല കാര്യങ്ങളും അവരുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. ഒരു ടീനേജർ എൻ്റെ അടുക്കൽ വന്നു, എന്നോട് സംസാരിച്ചു, എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അച്ചോ, ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു. ഞാൻ നിശബ്ദനായിട്ടിരുന്നു. വീണ്ടും ചോദിച്ചു, അച്ഛൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, മോനെ പോലെയുള്ളവരെ സഹായിക്കുക, കേൾക്കുവാനായിട്ട് ശ്രമിക്കുക, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം. അന്ന് ഞാൻ സൈക്കോളജിയും കൗൺസിലിങ്ങും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ക്രിയാത്മകമായിട്ട് ചെയ്യുവാൻ സാധിച്ചു. ഒരു 45 മിനിറ്റ് കേട്ട് ഞാൻ ആ മകനെ ഒഴിവാക്കിയില്ല. ഒരു 6-7 സെഷൻസ് അവനെ കേൾക്കാനായിട്ട്, അവൻ്റെ വേദനകൾ കേൾക്കാനായിട്ട്, അവനോടൊപ്പം യാത്ര ചെയ്യുവാനായി എനിക്ക് സാധിച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ അവൻ്റെ അവസ്ഥ, അവൻ്റെ അർത്ഥം, ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെ ഉയരണം, അർത്ഥം എങ്ങനെ കണ്ടെത്തണം എന്ന് അവനെ കൊണ്ട് തന്നെ തീരുമാനമെടുപ്പിക്കുവാൻ സാധിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ മക്കള്, അവർക്ക് വലിയ ശക്തിയുണ്ട്. അവരുടെ ശക്തി എന്ന് പറയുന്നത് വലുതാണ്. സ്നേഹിക്കാനുള്ള ഒരു ഹൃദയമുണ്ട്, ആരെയും സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിലെ ചില ഡയറക്ഷൻസ് അതൊന്ന് മാറി സഞ്ചരിക്കുവാൻ അല്ലെങ്കിൽ മാറ്റി സഞ്ചരിക്കുവാൻ നമ്മളും കൂടെ ഒന്ന് തയ്യാറാകുമ്പോൾ അവരുടെ ജീവിതം ധന്യമായി. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിലെ 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ എമ്മാവൂസ് യാത്രയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 24-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: അവർ ഈശോയെ കാണാൻ പറ്റാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: അവർ മ്ലാനവദനരായിരുന്നു, അവർ ദുഃഖിതരായിരുന്നു എന്ന്. സ്നേഹമുള്ളവരെ, ഈ എമ്മാവൂസ് യാത്രയിൽ ശിഷ്യന്മാരോടൊപ്പം ഉത്തിതനായ ഈശോ സഞ്ചരിക്കുക. അവസാനം ഈശോയെ അവർക്ക് മനസ്സിലായ സമയത്ത് അവരുടെ ഹൃദയം ജ്വലിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ കൂടെ ഈശോ യാത്ര ചെയ്യുന്നുണ്ട്. ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ ഒന്ന് നിശബ്ദമാകുവാനായിട്ട് ശ്രമിക്കാം. അകത്തും പുറത്തും ബഹളമയമായ ഒരു സ്ഥിതിവിശേഷം. ഈ വേൾഡ് യൂത്ത് ഡേയുടെയൊക്കെ സമയത്ത് ആയിരക്കണക്കിന് ജനങ്ങൾ ദേവാലയത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അവിടെ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയുടെ മുമ്പിൽ മണിക്കൂറുകൾ അവർ ചെലവഴിക്കുകയാണ്. മെഴുകുതിരി മാത്രം കത്തുന്ന ആ ചെറിയൊരു ശബ്ദം മാത്രമാണ് അവിടെയുള്ളത്. പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. ആ നിശബ്ദതയിൽ, ആ വലിയൊരു നിശബ്ദതയിൽ അവർ ദൈവത്തിൻ്റെ സ്നേഹം വലിയ ആഴങ്ങളിലേക്ക് അനുഭവിച്ചറിയാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അകത്തും പുറത്തും ബഹളമയമായി മാറുമ്പോൾ ഒന്ന് നിശബ്ദതയിലേക്ക് വരാം. വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ അടുക്കിലേക്ക് തിരിച്ചു പോകാം, പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവുമുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ ഔട്ടിങ്ങിനൊക്കെ പോകാറുണ്ട്, ഫിലിമൊക്കെ കാണാനായിട്ട് പോകാറുണ്ട്. ചില കുടുംബങ്ങൾ പാർക്കിലൊക്കെ പോയി മക്കളോടൊപ്പം മണിക്കൂറുകൾ ചെലവഴിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. നല്ലതാണ് പ്രിയപ്പെട്ടവരെ. കാരണം മാതാപിതാക്കൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ അതും അവിടെ മാറും. പിന്നെ ആ മക്കളുടെ കളികൾ, അവരുടെ സംസാരം, അതെല്ലാം കാണുമ്പം അവർക്ക് ഭയങ്കര ഒരു സന്തോഷം കൊടുക്കും. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരക്കുള്ളപ്പോൾ കുഞ്ഞു മക്കളോടൊപ്പം പുറത്തു പോകുവാനായി എത്ര തിരക്കുണ്ടെങ്കിലും അവർക്ക് വേണ്ടി ഒരു ദിവസം കുറച്ചു സമയമെങ്കിലും മാറ്റിവെക്കുവാനായിട്ട് തയ്യാറാകണം. എനിക്ക് പരിചയമുള്ള ഒരു തെറാപ്പിസ്റ്റ്, അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: അച്ചോ, എൻ്റെ അടുത്ത് കുടുംബജീവിതം നയിക്കുന്ന ആര് വന്നാലും ഞാൻ അവരോട് പറയാറുള്ള ഒരു കാര്യമുണ്ട്. മക്കൾക്ക് വേണ്ടി നിങ്ങൾ കുറഞ്ഞത് അരമണിക്കൂർ സമയമെങ്കിലും കണ്ടെത്തണം. അവരോട് അരമണിക്കൂറെങ്കിലും നിങ്ങൾ വ്യക്തിപരമായി സംസാരിക്കണമെന്നാണ്.
അങ്ങനെ സംസാരിക്കുമ്പോൾ വലിയൊരു ഹൃദയത്തിൻ്റെ അടുപ്പം, ഒരു ആനന്ദ നിർവൃതിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സ്ട്രെസ്സ്. വലിയ സമ്മർദ്ദത്തിലൂടെയാണ് മക്കളൊക്കെ ചിലപ്പോൾ കടന്നു പോകുന്നത്. മാതാപിതാക്കൾ ആഗ്രഹിച്ച രീതിയിൽ അവരുടെ ജീവിതങ്ങളിൽ എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ വന്നു കഴിയുമ്പം എൻ്റെ മകന് IAS എടുക്കണം, ഡോക്ടറാകണം, എൻജിനീയർ ആകണം, വലിയ താല്പര്യമാണ്. പക്ഷേ ആ മാതാപിതാക്കളുടെ ആഗ്രഹമനുസരിച്ച് ഈ മകനോ മകൾക്കോ ഉയരാൻ പറ്റാതെ വരുമ്പം വലിയ സമ്മർദ്ദമാണ് സ്നേഹമുള്ളവരെ. നമുക്കറിയാം അവർക്കൊക്കെ കഴിവുണ്ട്. ആ കഴിവ് ഒന്ന് കണ്ടെത്തി അതൊന്ന് ഊതിക്കത്തിക്കുമ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തിലേക്കൊന്ന് വിടുമ്പോഴാണ് അവരുടെ ജീവിതം ധന്യമാവുക. അവിടെ ആ വലിയൊരു സമ്മർദ്ദം കുറയ്ക്കുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം ഈ IT ഫീൽഡിലൊക്കെ ജോലി ചെയ്യുമ്പം നമുക്കറിയാം 1,00,000 രൂപ ശമ്പളം തരികയാണെങ്കിൽ അത്രയും ജോലി നമ്മൾ എടുക്കണം. 75,000 ആണെങ്കിൽ അത്രയും ജോലി എടുക്കേണ്ടതുള്ളൂ. ആവശ്യത്തിന് സമ്പാദിക്കണം. എന്നാൽ മനസ്സമാധാനവും ജീവിതവും ഒക്കെ കളഞ്ഞ് സമ്പാദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അവർ വലിയ സ്ട്രെസ്സിലൂടെ പോകുമ്പം അവരോട് പറയണം, നമുക്ക് ഉള്ളത് കൊണ്ട് ജീവിക്കാം. അങ്ങനെയൊക്കെ അവരെ പറഞ്ഞെന്ന് സമാധാനിപ്പിച്ചാൽ നമ്മൾ അവരെ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം വലിയ ആകുലതയിലൂടെ, ആൻസൈറ്റിയിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. ബൈബിളിൽ 300-ൽ പരം പ്രാവശ്യം പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഭയം എവിടെയൊക്കെ ഉണ്ടാകുന്നു അവിടെയെല്ലാം ആകുലതയാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഈശോയെ നമ്മളോട് പറയുന്നേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന്. ആ വചനം ചെറുപ്പത്തിലേ ഒന്ന് വായിക്കുമ്പോൾ, ഹൃദിസ്ഥമാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ആകുലതയുടെ സമയത്ത് വലിയ ശക്തിയാണ് നമുക്ക് ലഭിക്കുക. എനിക്ക് പരിചയമുള്ള ഒരു ടീനേജർ കൂടിയുണ്ട്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അവൾ പേരൻസിനോട് പറയും, അടുത്ത ആഴ്ച പരീക്ഷയുണ്ട്, ഞാൻ എഴുതുന്നില്ല. എന്താ മോളെ? അവൾ പറയും, മറുപടിയായിട്ട് പറയും, അതെ, കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 10 പേര് പരീക്ഷ എഴുതി, 8 പേര് തോറ്റുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല, 2 പേര് മാത്രമേ ജയിച്ചുള്ളൂ. എൻ്റെ കൂട്ടുകാരും എഴുതുന്നില്ല, ഞാൻ എഴുതുന്നില്ല. അപ്പോൾ മാതാപിതാക്കൾ അവളോട് ചോദിക്കും, മോളെ, നിനക്ക് കഴിവില്ലേ? നീ ഒന്ന് എഴുതി നോക്ക്, നീ ജയിക്കും. അപ്പോൾ അവൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ പരീക്ഷ എഴുതി തോറ്റുപോയാൽ കെട്ടിവെച്ച ആ 1000-കണക്കിന് രൂപ മാറില്ലേ? പപ്പായും അമ്മയൊക്കെ കഷ്ടപ്പെട്ടല്ലേ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അവളുടെ മാതാപിതാക്കൾ ചിരിച്ചുകൊണ്ട് പറയും, മകളെ, നീ തോറ്റുപോയാലല്ലേ പൈസ നഷ്ടമാവുകയുള്ളൂ, നീ തോറ്റുപോകില്ല. അങ്ങനെ അവളെ ശക്തിപ്പെടുത്തുന്ന, ആകുലതയുടെ നിമിഷങ്ങളിൽ വലിയ ഊർജം നൽകുന്ന മാതാപിതാക്കൾ. സ്നേഹമുള്ളവരെ, ഇതാണ് നമുക്ക് വേണ്ടത്. കുഴിയിൽ വീണവനെ കല്ലെടുത്ത് എറിയാൻ എളുപ്പമാണ്, കുഴിയിൽ വീണവനെ ഒന്ന് പിടിച്ചു കയറ്റാൻ നല്ല പ്രയാസമാണ്. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ മക്കൾ അവരാണ് ഭാവിയുടെ പ്രതീക്ഷ, നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ സഭയുടെ പ്രതീക്ഷ. ആ ദൈവിക മൂല്യങ്ങളിൽ അടിയുറച്ച് അവർ ചെറുപ്പത്തിലെ വളരണം, ഈശോയോടൊപ്പം യാത്ര ചെയ്യണം, പ്രതികൂല സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കണം. അങ്ങനെ ഈശോ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യുവാൻ സാധിക്കുമെന്ന വലിയ ബോധ്യങ്ങളിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വലിയ അഭിഷേകത്താൽ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ആകുലതയിലൂടെ, ജോലി ഭാരത്തിലൂടെ, വലിയ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളെയും കുടുംബത്തെയും സമർപ്പിക്കുന്നു. നാഥാ, ഏറ്റെടുക്കണമേ. അങ്ങയിലേക്ക് തിരിച്ചു വരുവാൻ, വലിയ ശക്തിയോടെ മുന്നേറുവാൻ, ജീവിതത്തെ നയിക്കുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.